ഇപ്പോൾ ശാസ്തമംഗലം അജിത് കുമാർ തന്നെ മീഡിയ വണ്ണിനോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജിത് കുമാർ, എഫ്ഐആർ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് രാഹുൽ നീങ്ങുമ്പോൾ അതിനുള്ള നിയമസാധ്യത, ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അതൊക്കെ എങ്ങനെയാണ്? മാഡം, ദിസ് ഇസ് എ കേസ് വേർ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയല്ലേ ഈ മാരേജ് നിലനിൽക്കുമ്പോൾ വേറൊരു റിലേഷൻഷിപ്പ് എന്ന് അവരല്ലേ പറയുന്നത്? ഐ മീ കറക്റ്റ്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കല്യാണം കഴിച്ച് ഒരു കല്യാണത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അല്ലേ പറയുന്നത് അവര് ആ മാരേജിൽ നിൽക്കുമ്പോൾ തന്നെ വേറൊരാളുമായിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പെട്ടു എന്ന് അവരല്ലേ പറയുന്നത്? അല്ലേ? അത് ഇമ്മോറൽ അല്ലേ? അത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഹൗ കാൻ യു കോൾ ഇറ്റ് ആസ് റേപ്പ്? റേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ സമ്മതം ഇല്ലാതെ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതല്ലേ? ദിസ് ഈസ് നോട്ട് റേപ്പ്. ദിസ് ഈസ് എ ക്ലിയർ കേസ് വെയർ ഷീ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ആക്ട് വിത്ത് ഫുൾ കൺസെന്റ്. പിന്നെ അവര് പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞു. വാട്ട് ഇസ് ദ എവിഡൻസ്? ടാബ്ലറ്റ് കൊടുത്തെന്ന് പറഞ്ഞു. വാട്ട് ഇസ് ദ മെഡിക്കൽ എവിഡൻസ്? ഷി വാസ് ക്വസ്റ്റ്യൻ ബൈ ദ ക്രൈം ബ്രാഞ്ച് സെവറൽ ടൈംസ്. അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണോ ഇപ്പൊ പറയുന്നത്? അല്ല, ഈ മെഡിക്കൽ എവിഡൻസുകൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ വാട്സ്ആപ്പ് ചാറ്റുകൾ, മറ്റ് തെളിവുകൾ എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യുക? മാഡം, ലീവ് ദ വാട്സ്ആപ്പ് ചാറ്റ്. വാട്സ്ആപ്പ് ചാറ്റ് എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യുക? ഇറ്റ് ഓൺലി എസ്റ്റാബ്ലിഷസ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് വാസ് കോൺസെൻഷ്വൽ. Am I correct? What sort of a humble case is this? Okay, thank you. കോടതിയിലെത്തിയതോടുകൂടി കേസിന്റെ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഒക്കെ മാറി മറിയുകയാണ്. ഇത്രയും നാളുണ്ടായ പുകമറകൾ ഒക്കെ നീക്കി തുടങ്ങിയിരിക്കുന്നു, ക്ലിയർ ഔട്ട് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഇത്രയും ദിവസം രാഹുലിനെ ക്രൂശിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന മാധ്യമങ്ങള് ഇപ്പോ ഈ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് തലയിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ പരാതിക്കാരി തന്നെയാണ്. പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി പരാതി ഉന്നയിച്ചതോടുകൂടി ഇത് കോടതിയിലേക്ക് കാര്യങ്ങൾ, നിയമപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത്രയും ദിവസം മാധ്യമങ്ങളിലുള്ള പുകമറകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിയമപരമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതോടുകൂടി എണ്ണം പറഞ്ഞ വക്കീലുമാര്, നിയമങ്ങൾ കലക്കി കുടിച്ചവര്, ഇതിന്റെ ഇഴകീറി പരിശോധിക്കാൻ കഴിവുള്ളവര്, അവര് രംഗത്തെത്തുന്നതോടുകൂടി ഈ പരാതിയിൽ നിന്ന് പിന്മാറിയാലോ എന്ന് വരെ ആലോചിക്കേണ്ട ഗതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. പരാതിക്കാരി ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പരാതിയിൽ നിന്ന് പിന്മാറണം. അതിനുള്ള കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ വക്കീല് വിടില്ല എന്നുള്ളതാണ്. വക്കീല് നിർത്തി അങ്ങോട്ട് പരിശോധിക്കും, തൊലിയുരിഞ്ഞ് പരിശോധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസും ഈ പരാതിയും ഇവിടെ വെച്ച് പിൻവലിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് ഇപ്പൊ പരാതിക്കാരി എത്തി നിൽക്കുന്നു. കാരണം ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് കോടതിയില് രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യം ഫയൽ ചെയ്യുമ്പോ അതിന് വക്കീലായിട്ട് എത്തുന്നത് അജിത് ശാസ്തമംഗല. ഈ അജിത്തിന്റെ വാക്കുകളാണ് നിങ്ങളിപ്പോ കേട്ടത്. ഇതിന്റെ നിയമപരമായ കാര്യങ്ങളെ കുറിച്ചാണ് അജിത്ത് പറയുന്നത്. നിങ്ങൾ മാധ്യമങ്ങളിൽ പടച്ചുവിടുന്ന വാർത്തകളോ, മാധ്യമങ്ങൾ ഈ പറയുന്ന യുവതി പറഞ്ഞു എന്ന് പറഞ്ഞ് യുവതി മൊഴി നൽകിയിരിക്കുന്ന വാർത്തകളോ, യുവതിക്ക് മൊഴി നൽകാൻ എന്ത് മൊഴി നൽകണമെന്ന് മറ്റൊരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ യുവതി മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോ ആ മൊഴി അപ്പാടെ കീറി മുറിക്കുകയാണ് അജിത്ത്. ഇവിടെ ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ജോർജ് പൂന്തോട്ടം, തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ അവിടെ അജിത്ത്, എല്ലാരും കൂടി അങ്ങോട്ട് കീറി മുറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പരാതി ഒന്നുമല്ലാതെ ആകുമെന്നുള്ളത് ഇപ്പോ പരാതിക്കാരിക്ക് ബോധ്യമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അജിത്ത് ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ്. ഈ പറയുന്ന ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നതിൽ എവിടെയാണ് മെഡിക്കൽ എവിഡൻസുകൾ ഉള്ളത്? അജിത്ത് മറ്റു പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പീഡനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെ, എന്തുകൊണ്ട് പീഡനം? കാരണം ഇവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടറോട് അന്ന് പീഡിപ്പിച്ചു എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം അജിത്ത് ഉയർത്തുന്നുണ്ട്. ഇന്നലെ ഇപ്പോ നമ്മള് ഈ മെഡിക്കൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം, ആ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം പറയുന്ന കാര്യം
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഒരിക്കലും യുവതിയെ എനിക്ക് പരിചയമില്ലെന്നോ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ സ്ഥിരീകരിക്കുന്നതോടൊപ്പം രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി അവരുടെ ഭർത്താവാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോ പോലീസിന്റെ മുന്നിൽ വലിയ കടമ്പകളാണ് ഇപ്പോൾ ഉള്ളത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന യുവതി വിവാഹിതയായതും അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നതും ഇപ്പൊ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകൂല ഘടകമാണ് എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ പോലീസിന് ഇത് തെളിയിക്കേണ്ടതായിട്ട് വരികയാണ്. ഈ പറയുന്ന ഗർഭം അത് രാഹുലിൻ്റെതാണെന്ന് തെളിയിക്കണം. അത് തെളിയിക്കാൻ ഇപ്പൊ എന്താ വഴിയുള്ളത്? അത് തെളിയിക്കണമെങ്കിൽ ഇപ്പൊ ഈ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നത്, ഈ പറയുന്നതൊക്കെ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന യുവതി ഈ ഗർഭചിത്രം ഇതിന്റെ പാർട്ടിക്കിൾസ് എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടാവണം. അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ DNA നടത്തിയിട്ട് അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം അവിടെ ഭർത്താവും ഉണ്ട്, കാമുകനുമുണ്ട്. ഗർഭം ആരുടേതാണെന്ന് പോലീസിന് തെളിയിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അജിത് കുമാറും ഈ പറയുന്ന ജോർജ് പൂന്തോട്ടവും ഇടപെട്ടതോടുകൂടി, കാര്യങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കടന്നു കയറിയതോടുകൂടി രാഹുലിന് കാര്യങ്ങൾ ഈസി ആയിരിക്കുകയാണ്. ഇപ്പോ വാർത്തകൾ എന്താണ്? വാർത്തകൾ എന്ന് പറയുന്നത് രാഹുൽ സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? ബന്ധമുണ്ടായിരുന്നത് സമ്മതിച്ചു. ഓഡിയോ തൻ്റെതാണെന്ന് സമ്മതിച്ചു. എല്ലാം ശരിയാണ്. പക്ഷേ രാഹുൽ നീ പോയി അബോർഷൻ ചെയ്യ് എന്ന് പറയാനുള്ള കാരണം അത് തൻ്റെതല്ലാത്തത് കൊണ്ടാ. അത് ഭർത്താവിന്റെ ഗർഭമായതുകൊണ്ടാണ് രാഹുൽ പറഞ്ഞത് നിങ്ങൾ പോയി അബോർട്ട് ചെയ്യുമെന്ന്. മനസ്സിലായില്ലേ? ഇപ്പോ ഇവിടെ കാര്യങ്ങൾ രാഹുലിന് അനുകൂലമാവുകയാണ്. കേസിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇന്നലെ ജോർജ് പൂന്തോട്ടവും അതുപോലെ തന്നെ അജിത് കുമാറും മുന്നോട്ട് വെക്കുന്ന ഒരുപാടധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നുമുള്ള ഉത്തരം യുവതിയുടെ കയ്യിലില്ല. വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളുടെ ജെന്യൂനിറ്റി എന്താണെന്ന് അജിത് കുമാർ ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ എവിഡൻസുകൾ എന്താണെന്ന് അജിത് കുമാർ ചോദിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും കൺസെന്റ് ഉണ്ടായി എന്നുള്ള കാര്യം അജിത് കുമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോ ഈ പറയുന്ന വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ വരുന്നതോടുകൂടി അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഇത് യുവതിയുടെ കൺസെന്റോട് കൂടി ഉണ്ടായ ഒരു സമ്മതമാ എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി ബന്ധമുള്ള ഒരു ബന്ധം എങ്ങനെയാണ് പിന്നെ റേപ്പാകുന്നത്? എങ്ങനെയാണ് പിന്നെ അത് പീഡനമാകുന്നത്? ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ രാഹുൽ വിഷയം ഉയർന്നു വരുന്നതിന് മുമ്പ് കേരളത്തിൽ ചർച്ച ചെയ്ത വലിയൊരു വിഷയമാണ് വേടന്റേത്. അന്നും ഇതുപോലെ തന്നെയാണ് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ. അവസാനം കോടതി വേടന് ജാമ്യം നൽകി അല്ലേ? അന്നെന്തായിരുന്നു വലിയ പുകമറകൾ? വേടൻ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ലഹരി കൊടുത്ത് പീഡിപ്പിച്ചു, ആനയാക്കി, ചേനയാക്കി. അവസാനം കോടതിയിലെത്തിയപ്പോൾ എന്തായി കാര്യങ്ങൾ? കോടതിക്ക് എന്ത് പറയേണ്ടി വന്നു അവസാനം? അത് തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ കാര്യത്തിലാണ് ഇവിടെ രാഹുലിന്റെ വിഷയത്തിൽ കാര്യങ്ങൾ പോകുന്നത്. ഗുരുതരമാകുക എന്ന് പറഞ്ഞാൽ രാഹുലിന് അനുകൂലമാകുന്ന രീതി എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ കാര്യങ്ങൾ ആ ഒരു വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളും മാധ്യമങ്ങൾ നൽകുന്ന തലക്കെട്ടുകളും ഒക്കെ അവരുടെ ഹൈപ്പിന് വേണ്ടിയുള്ള അവരുടെ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ നിയമസാധുത എന്താണ് എന്ന് ഇന്നീ നിമിഷം വരെ മാധ്യമങ്ങൾ ആരും പറയുന്നില്ല. പിന്നെ മൊറാലിറ്റിയും ലോജിക്കുമാണ് ചോദിച്ചെങ്കിൽ അതാണ് അജിത് കുമാർ ചോദിച്ചത്. ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം തുടങ്ങാൻ ഈ യുവതി തയ്യാറായിട്ടുണ്ടെങ്കിൽ അവരുടെ മൊറാലിറ്റി എന്താണ്? ഈ കേസിൽ അവരുടെ മൊറാലിറ്റി എന്താണ്? ധാർമ്മികത എന്താണ്? സദാചാരം എന്താണ്? നമ്മൾ വളരെ ഈ സദാചാരവും ധാർമ്മികതയും ഒക്കെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നവർ ഇതിനെക്കുറിച്ച് കൂടി പറയണം. ഭർത്താവുള്ള സ്ത്രീ, വിവാഹിതയായ സ്ത്രീ, ആ ഭർത്താവ് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു യുവാവുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മികത എന്താണ്? അത് എവിടെയാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്? അപ്പോ ലോജിക്കും ധാർമ്മികതയും ഒക്കെ പുരുഷന് മാത്രം മതിയോ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ ധാർമ്മികതയും ഈ ലോജിക്കുമെന്നും സ്ത്രീക്ക് ബാധകമല്ലേ? ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ സ്ത്രീ വഞ്ചിച്ചിരിക്കുന്നത് അവരുടെ ഭർത്താവിനെയാ. അയാളൊരു ഇരയാണ്. അയാൾക്ക് നീതി വേണ്ടേ? അയാൾക്ക് നീതി വേണ്ടേ? വലിയ എഡ്യൂക്കേറ്റഡ് ആണ്, വലിയ മാധ്യമ പ്രവർത്തകയാണ് ഇര അല്ലേ?
ഇങ്ങനെയും സമൂഹത്തിന്റെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാവുകയും ചെയ്യുന്ന ഒരു യുവതി ഇത്തരത്തിൽ ഈ ധാർമ്മികതയൊന്നും അവിടെ പ്രശ്നമല്ലേ അവർക്ക് ഈ പറയുന്ന മൊറാലിറ്റിയും ലോജിക്കും ധാർമ്മികതയും ഇതൊന്നും വിഷയമാകുന്നില്ലേ അവർക്ക്? അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് കോടതിയിലേക്ക് എത്തിയത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുകൂല ഘടകം തന്നെയാണ്. ഈ പുകമറകൾ അവസാനിക്കാനുള്ള അനുകൂല ഘടകം. ഇനി രാഹുലിന്റെ ഭാഗം പറയുമ്പോൾ രാഹുൽ എന്തുകൊണ്ട് നീ അബോർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണനാ വിഷയമായി മാറും. അത് ഇന്നലെ രാഹുൽ ഓൾറെഡി ആന്റിസിപ്പേറ്ററി ബെയിലിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണെന്ന്, ഭർത്താവാണെന്നുള്ള കാര്യം അത് രാഹുൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോ കാര്യങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് പോലെയോ അവർ തലക്കെട്ടുകൾ നൽകുന്നത് പോലെയോ അല്ല കാര്യങ്ങൾ എന്നുള്ളത് പ്രേക്ഷകർക്കും ജനങ്ങൾക്കും ബോധ്യം വന്നിട്ടുണ്ട്. നമ്മള് ഒരുപാടധികം പ്രതികരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സഖാക്കൾ പറയുന്നത് പോലെ ഈ പറയുന്ന കേരളം നിന്നോടൊപ്പം, ഒരിക്കലുമല്ല. കേരളം എന്ന് പറയുന്നത് ആ പറയുന്ന വ്യക്തി വലിയ അലങ്കാരത്തിന് വേണ്ടി കേരളം എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ആ പറയുന്ന വ്യക്തി അല്ല കേരളം, അല്ലെങ്കിൽ അടിമകളല്ല കേരളം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. കേരളത്തിന്റെ പൊതുവികാരം എന്താണെന്നുള്ളത് ഇതിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെ? അപ്പോ കാര്യങ്ങൾ രാഹുലിന് അനുകൂലമാണ്. പിന്നെ ആന്റിസിപ്പേറ്ററി ബില്ലിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് രാഹുല്. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഈ യുവതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളി ആ രാഹുലിനെതിരെ പരാതി നൽകുവാൻ വേണ്ടി ആ യുവതിയെ നിർബന്ധിച്ചു എന്നുള്ള കാര്യം യുവതി തന്നെ രാഹുലിനോട് പറഞ്ഞ കാര്യം രാഹുൽ കൂട്ടി ചെയ്യുന്നുണ്ട് കോടതിയിൽ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോ, ഇതിൽ നിയമം അറിയുന്ന വക്കീലന്മാർ ഇടപെടുമ്പോ, ഇത് കോടതിയിലേക്ക് എത്തുമ്പോ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് യുവതി ഇപ്പൊ പിന്തിരിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്.